വരൂ 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 വരൂ. ഇത് ഞാൻ കളിച്ചു വളർന്ന വേറൊരു സാമ്രാജ്യമാണ് ഇത് കേട്ടോ. ആ മേഡം വക്കീലോ? ആ വാ വാ. വരൂ. എന്തായി വക്കീലേ? മാഡം ഇത് അഡ്വക്കേറ്റ് ശാന്ത. ശാസ്തമംഗലം ശശാങ്കന്റെ നമുക്കെതിരെ കേസ് ഫയൽ ചെയ്ത് ശാസ്തമംഗലം ശശാങ്കന്റെ ജൂനിയർ വക്കീൽ. ശശാങ്കൻ എന്തോ തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ജൂനിയറിനെ പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു മതി, ജൂനിയർ വന്നാലും മതി എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതാരായി മസലാമണി? അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. മാഡം ദേഷ്യപ്പെടണ്ട, ഇതൊക്കെ നിയമത്തിന്റെ ഒരു പ്രൊസീജിയർ ആയിട്ട് കണ്ടാ മതി. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മാഡം ഇപ്പൊ സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. എന്ത് സംഭവിച്ചു എന്നാ? ഒന്നും സംഭവിച്ചിട്ടുമില്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല. ഇപ്പോഴെന്നല്ല, എപ്പോ ചോദിച്ചാലും ഞാൻ അതേ പറയും. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ഇതിനിപ്പം ആൾക്കാരൊക്കെ അറിഞ്ഞ് നാണക്കേടായി, പോലീസ് സ്റ്റേഷനായി, കേസായി, വഴക്കായി, വെറുതെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാതെ നമുക്ക് സോൾവ് ചെയ്തൂടെ? മാഡം, ഞാൻ നമ്മുടെ മാസലാമണിക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കാൻ വന്നത്, മാഡത്തിനും കൂടി വേണ്ടിയിട്ടാണ്. അതെ 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 അതെ. സാധാരണ മാഡം ഈ വാദിഭാഗം വക്കീല് ഈ പ്രതി ഒന്നും പോയി കാണാറില്ല. പക്ഷെ ഞാൻ മാഡത്തിന്റെ ചുറ്റുപാടൊക്കെ അങ്ങോട്ട് വിവരിച്ചു കൊടുത്തപ്പോ അവര് വരാൻ കൂട്ടാക്കി വന്നു, കണ്ടു. നമുക്കിതങ്ങ് മാഡത്തിന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് കേസുമായിട്ട് പോവാം. ശാന്ത വക്കീലെ അങ്ങനെ സംസാരിക്കണത്? മാഡം ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? മാഡം ഒന്നും പറഞ്ഞില്ലേ? എന്റെ വക്കീല് കൊച്ചേ, എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ ഒരു വക്കീലിനോട് പറഞ്ഞു എന്ന് മാത്രം, മനസ്സിലായോ? അല്ലാതെ ഞാൻ ഈ വക സംഭവങ്ങളിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മാസിലാമണി എന്ന് പറഞ്ഞത് ആണോ പെണ്ണോ? സ്ത്രീയാണ്, 58 വയസ്സ് പ്രായം, പെൻഷൻ പറ്റിയ ടീച്ചറാ. പെൻഷനായി. അതാണ് ഞാൻ പറഞ്ഞില്ലേ മാഡം, ഇത് കേസ് ജെനുവിൻ ആണ്, ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പം നമുക്ക് ഇതിനൊരു ആ വക്കീൽ നോട്ടീസിന് ഒരു മറുപടി കൊടുക്കണം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി എല്ലാം ഒതുക്കി തീർക്കാൻ ഒരു ചെറിയ തുക അവർക്ക് കൊടുക്കണം. അപ്പൊ എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ പിന്നെ ഇതിലെ മാപ്പ് പറയേണ്ടി വരും. ഈ മാപ്പിന്റെ കാര്യം പറയരുത് ഇനി. ചെറിയ തുക എന്ന് പറഞ്ഞാൽ എത്ര വരും അത്? ചെറുതെന്ന് പറഞ്ഞാൽ ഇപ്പം അവരാവശ്യപ്പെട്ടത് 50 ലക്ഷം ആണല്ലോ. അപ്പൊ നമ്മളതിനെ വെട്ടി 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 വെട്ടിയത് 10. മാഡത്തിന്റെ ഭാഗ്യല്ലേ, 40 കുറച്ചല്ലേ? പിന്നെ മാഡം, ഞങ്ങൾക്ക് വക്കീലന്മാർക്ക് ഇനി വേറെ ഫീസ് ഒന്നും മാഡം തരണ്ട. ഇനി മാഡം തന്നാലും ഞങ്ങൾ വാങ്ങിക്കൂല. അതിന് ആ മാസിലാമണി കിട്ടണത് എന്തെങ്കിലും തന്നാൽ ഞങ്ങൾ വാങ്ങും. ഇനി തന്നില്ലെങ്കിലും വേണ്ട, എന്നാലും മാഡത്തിന് ലാഭമാണ്. അതെ അതെ, പിന്നെ കൊള്ളാം. അയ്യോ, അപ്പൊ ഈ പൈസ കൊടുക്കണം. ഈ 10 ലക്ഷം നമ്മൾ കൊടുത്തെങ്കിലേ കാര്യങ്ങൾ തീരുമാനം ആകൂ. 10 ലക്ഷത്തിലോട്ട് എത്തിക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്ന് അറിയാം. പിന്നെ അപ്പൊ അതെങ്ങനെ കൊടുക്കണം മാഡം? പിന്നെ നമ്മൾ ഈ ക്യാഷ് ബാങ്ക് വഴി ട്രാൻസ്ഫറിങ് വേണ്ട, അത് വേണ്ട. നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാല് രണ്ടു കൂട്ടർക്കും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാണ് സേഫ്. അല്ലല്ല, സേഫും സൗകര്യമൊക്കെ അത് എന്താന്ന് വെച്ചാല് നോട്ട് പിടിക്കാൻ അടുക്കി വെച്ചിട്ടുണ്ടേ, എണ്ണാനുള്ള മെഷീനും ഉണ്ട്. എണ്ണുക, കൊടുക്കുക, അതെല്ലാം ഒരു വഴിക്ക് നടക്കും തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ മാസിലാമണി എന്ന് പറഞ്ഞ ആളിന് ഞാൻ എന്തിനാണ് ഈ 10 ലക്ഷം രൂപ കൊടുക്കുന്നത് മാനനഷ്ട കേസിന്റെ എന്നും പറഞ്ഞിട്ട്? അല്ല, എന്റെ കാര്യം എന്താണെന്ന് എനിക്ക് അറിയണ്ടേ? ഞാൻ ഇത്ര പൈസ കൊടുക്കല്ലേ? അത് പറഞ്ഞായിരുന്നല്ലോ. എപ്പോ? അല്ല, ഇപ്പൊ പറയുമല്ലോ. പറഞ്ഞോ, ഇപ്പൊ പറയുമല്ലോ. എന്തേ പറഞ്ഞേ? ഈ പറഞ്ഞ മാസിലാമണിയുടെ അച്ഛൻ 93-ാം വയസ്സിൽ മരിച്ചു. അവരുടെ അച്ഛന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അവര് പോസ്റ്റ് ചെയ്തു. അതിന്റെ താഴെ പോയി അഭിനന്ദനങ്ങളും പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്ന ഇമോജി ഇട്ട് ആരോ പോസ്റ്റ് ചെയ്തു, കമന്റ് ഇട്ടു. ആര് ഇട്ട ആളാരാ? എന്റെ പൊന്നു വക്കീലേ, പണ്ടങ്ങാണ്ടോ ഞാൻ ഇതുപോലൊന്ന് മാറിയിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം വന്നിട്ടേ, ഞാനിപ്പോ കാലം കുറെ ആയി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കുറിപ്പിട്ടിട്ട്. എന്ന് മാത്രമല്ല, ഒരു മരണ വീട്ടിൽ പോലും പോയി ഞാൻ ഒരു അനുശോചനം ഇപ്പൊ അറിയിക്കാറില്ല. തൃപ്തിയായിട്ടിരിക്കുക. ഇതേ നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ, അതാ സംഭവം. അതെങ്ങനെ മാറും? സുഹാസിനി സുകുമാരൻ. ഏത് സുകുമാരൻ? അയ്യോ, എന്റെ പൊന്നു കൊച്ചേ, എന്റെ കെട്ടിയോന്റെ പേര് ചന്ദ്രഹാസൻ എന്നാ, സുകുമാരൻ അല്ല. എന്റെ പേര് സുഹാസിനി ചന്ദ്രഹാസൻ. വക്കീലെ, ഇയാൾ ഏതാണ്ട് വെട്ടി 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 എനിക്ക് കോട്ട പിടിച്ചതൊക്കെ കേട്ടല്ലോ.
എന്തായിരുന്നു എന്റെ പേരെന്ന് ശരിക്കും പറഞ്ഞു കൊടുക്കാത്തെ? സുഹാസിനി പറഞ്ഞോട്. സുഹാസിനി ചന്ദ്രഹാസൻ. അങ്ങോട്ട് പറഞ്ഞു. സുഹാസിനി ചന്ദ്രഹാസൻ. പിന്നെന്തിനാ നിങ്ങൾ ലെറ്റർ വാങ്ങാൻ പോയത്? അത് ശരി, ഞാനാണോ ലെറ്റർ വാങ്ങിച്ചത്? എനിക്കറിയാൻ വയ്യ. വാങ്ങിച്ചത് ആ മുത്തു അല്ലേ? ഒരു കാര്യം ചെയ്, ആ 10 ലക്ഷം രൂപ അവന്റെ അങ്ങ് വാങ്ങിച്ചു. മുത്തു ഇവിടുത്തെ ജോലിക്കാരൻ. മുത്തു. അയ്യോ മാഡം, എന്താ ഒരു ഐഡിയ. അയ്യോ പിന്നെ കൊള്ളാം, അതേ ഉള്ളല്ലേ. അതായത് ഇവരിപ്പം നമുക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തല്ലോ. അതെ, നമുക്ക് ഈ വക്കീലിനും ഇവരുടെ സീനിയർ വക്കീലുണ്ടല്ലോ ശാസ്തമംഗലം ശശാങ്കനുമെതിരെ ഒരു 50 ലക്ഷത്തിന് മാനനഷ്ട കേസ് അങ്ങ് ഫയൽ ചെയ്തരാ ഞാൻ. എന്തൊരു ഐഡിയ. എന്തോ കിട്ടും. 50 ലക്ഷം കിട്ടും. ഒരു കാര്യം ചെയ്യ്, താനം കൊടുത്തേച്ച് എന്റെ പേര് വേണ്ട, കൊടുത്തിട്ട് ആ കിട്ടുന്ന 50 ലക്ഷം വാങ്ങിച്ച് അതുവഴി അങ്ങ് വീട്ടിൽ പൊയ്ക്കോ. ഇത് മോളോ ഏതേറ്റ് ഐഡിയ കൊണ്ട് നടക്കുന്നു. തല ഒപ്പിച്ചത് പോരാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.